ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനങ്ങനെ യൂട്യൂബിൽ 3 കൊല്ലം പൂർത്തീകരിച്ചു. അതായത് ഏകദേശം 2000 വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബിലെ ഈ പുറത്തുള്ള വീഡിയോസ്, അതായത് ഇപ്പോൾ പുഴയും അതും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ സ്കൂട്ടറിലാണ് പോയി എടുക്കുന്നത്. അപ്പോൾ ഈ സ്കൂട്ടർ യൂട്യൂബിന് വേണ്ടി ഓടി ഓടി പ്രാവശ്യം കേടായിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അതായത് 50,000 കിലോമീറ്റർ കഴിഞ്ഞു, ഇതിൻ്റെ എൻജിൻ കേടായി. അപ്പോഴുള്ള പണി 8,000. ഇതാണ് യൂട്യൂബിന് വേണ്ടി പുറകെ നടന്ന് കിട്ടിയ ഏറ്റവും വലിയ പണി. 8,000 രൂപയുടെ പണി സ്കൂട്ടറിന് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ ചെറായിലൊക്കെ പണ്ട് റോഡ് ശരിയല്ലായിരുന്നു. അപ്പോൾ അതിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ പോയി ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർബർ 2 പ്രാവശ്യം ഓടിച്ചു. അപ്പോൾ എല്ലാം വെച്ചത് 5,000 രൂപ കണ്ടായി. അങ്ങനത്തെ 8,000 5,000 13,000 സംതിങ് ആയി. പിന്നെ അത് കൂടാണ്ട് ഒരാവശ്യം ടയർ പൊട്ടിത്തെറിച്ച്. അത് വലിയ കുഴപ്പമുണ്ടായില്ല. ഒരു 10 കിലോമീറ്റർ പോയപ്പോൾ ഒരു കല്ലിൻ്റെ വെള്ളം കൂടി ചാടിയ സാധനം പൊട്ടിത്തെറിച്ച് പഞ്ചറായി, സൗണ്ടൊക്കെ ഇട്ട്. അവസാനം ഫോണിൽ വിളിച്ചപ്പോൾ ഒരാൾ വന്നു, അങ്ങനെ ശരിയാക്കി. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ടയർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടയറിനും 1,200. അപ്പോൾ 2,400 വേറെ. ഇപ്പം എത്രയായി? 15,000 രൂപയില്ലേ. ഇത്രയൊക്കെയാണ് എൻ്റെ ചിലവുകൾ മിനിമം വന്നേക്കണത് യൂട്യൂബിന് വേണ്ടി. പക്ഷെ ഇതുവരെയായിട്ട് എനിക്ക് പൈസ കിട്ടിയില്ല. അപ്പോൾ ദയവേദി തൊട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടത്തിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 കൊല്ലമായിട്ടും പൈസ എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയില്ല. പക്ഷെ നഷ്ടം മിനിമം 15,000 രൂപയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ യൂട്യൂബ് തുടങ്ങിയ പിന്നെ കൃത്യം ഏകദേശം ഒരു 2,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് സർവീസിങ്ങിനുണ്ട്. അതിന് ഏകദേശം ഒരു 1,000-2,000 രൂപ വരാറുണ്ട്. മിനിമം 1,000 രൂപ എന്തായാലും വരാറുണ്ട് സർവീസിങ്. അപ്പോൾ ഇത് ഞാൻ ഫ്രീ ആയിട്ടൊന്നും ചെയ്യുന്നത്. എൻ്റെ 2 വീലറിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് യൂട്യൂബിന് വേണ്ടി പോയിട്ട്. ഓരോ ദിവസവും പുതിയ കണ്ടന്റിന് വേണ്ടി ഇത് ഒരു ദിവസം ഓടുന്നത് ചിലപ്പോൾ 10-30 കിലോമീറ്ററൊക്കെയാണ് ഒരു ദിവസം ഓടുന്നത്. ഇത് അത്യാവശ്യം മൈലേജുള്ള വണ്ടിയാണ് പിടിച്ച് നിൽക്കണം, അല്ലെങ്കിൽ പണി കിട്ടിയാണ്. ഈ ഫസീലിനുമാതിരി നല്ല മൈലേജുള്ള വണ്ടിയാണ്, കുഴപ്പമില്ല. അത് കൂടാതെ നമ്മൾ ബ്രേക്ക് പിടിച്ച് നിൽക്കുമ്പോഴും പുറകിൽ ഇടിച്ചാണ് കാറുകാർ. അതങ്ങനെ മിനിങ്ങാന്ന് തന്നെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബിൻ്റെ ഇറങ്ങാന്ന് വെച്ചാൽ ഞാൻ ജംഗ്ഷനിൽ ബ്രേക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ഇപ്പം വന്നവിടെ ഒറ്റയിടിക്കുകയാണ്. പുകക്കുഴൊന്നും ഇടിച്ച് കാറുകാർ. ഒന്നും പറ്റാത്ത ഞാനൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ തന്നെ. ഇത് യൂട്യൂബ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ വെറുതെ ചെയ്യണമല്ല. എനിക്ക് നല്ല പൈസ ചിലവുണ്ട്. അതുപോലെ ഓരോ ആൾക്കാരൊന്ന് പുറകെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. അപ്പോൾ എൻ്റെ മൈ ഫ്രണ്ട്സ്, ഇനിയെങ്കിലും എൻ്റെ വീഡിയോകളാണ് മനസ്സിലാക്കുക. കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ലൈക്കും കമൻറ്റും ഇനി ഇടാൻ മറക്കരുത് ഫ്രണ്ട്സ്. എന്നാലേ യൂട്യൂബ് വരെ പൈസ ഇതുവരെയായിട്ട് പൈസ കിട്ടിയില്ല. നഷ്ടത്തിൻ്റെ ഒരു നഷ്ടമാണ്. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ആ ഒരു ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ മറക്കല്ലേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ.